നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിനുള്ളിലെ അമ്മ എന്തെങ്കിലും രേഖകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോ എങ്ങനെ ഓപ്പൺ ചെയ്യും? ആ, ലാപ്ടോപ്പിലിട്ട് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോ വരാം. കിടക്കുന്ന ഗോപിയേട്ടന്റെ കഴുത്തില് ആഞ്ഞൊന്ന് അമർത്തിയ ഒന്ന് പിടയ്ക്കാൻ പോലും കഴിയാതെ ഗോപിയേട്ടൻ ഈ ലോകത്തോടങ്ങ് വിടയും പറയും. പേടിക്കണ്ട, വേദനിക്കില്ല. ഇത് ഇഞ്ചക്ട് ചെയ്താൽ മതി. സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൊള്ളു. ഉറക്കത്തിൽ സംഭവിച്ച ഒരു കാർഡിയാക് അറസ്റ്റ് അങ്ങനെ വിശ്വസിച്ചോളൂ എല്ലാവരും. ഈ മെമ്മറി കാർഡ് ഒന്ന് പ്ലേ ചെയ്യാം. പാസ്വേഡ് ചോദിക്കുന്നുണ്ടല്ലോ. അല്ല, ഇത് പാസ്വേഡ് ലോക്ക് ആണല്ലോ. ആ അതെ. പാസ്വേഡ് അറിയോ? ഇല്ല, അറിയില്ല. അതിപ്പോ അമ്മയ്ക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. പാസ്വേഡ് അറിയാതെ ഇതെങ്ങനെയാ ഇപ്പൊ ഓപ്പൺ ചെയ്യാ? ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഗായത്രി ചേച്ചി മരിച്ചുപോയ സ്ഥിതിക്ക് ഇനി ആ പാസ്വേഡ് ഒക്കെ എങ്ങനെ അറിയാനാ? എടാ വിശാലേ, ഭാഗ്യം എന്റെ കൂടെയാ. ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. സാരമില്ലടാ മോനെ, വിട്ടുകളയേ. മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇതിലെന്താണെന്ന് അറിയാനുള്ള വിധി നമുക്കില്ല. എന്താണെന്ന് അറിയണോന്ന് എനിക്കുണ്ടായിരുന്നു മോനെ. നിന്നെ പോലെ പ്രയാസം എനിക്കുണ്ട് എന്ന് കരുതി അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ആ, സമാധാനിക്ക്. ദാ, ഈ കൊലുസും ചാവിയും മോൻ തന്നെ വെച്ചേക്ക്. ദാ, നീ ആ കിളവൻ ശേഖർ പറഞ്ഞത് ശ്രദ്ധിച്ചോ? മെമ്മറി കാർഡിൽ ചിലപ്പോ ഗായത്രി ദേവിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളായിരിക്കുമെന്ന്. അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്?
ചത്താലും ഗായത്രി ദേവിയെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞു പോവില്ലാന്ന് വെച്ചാ ശ്ശോ, അതൊരു വലിയ ദുര്യോഗമാണ്. തീർക്കണം. നമുക്കെതിരെ വരാൻ സാധ്യതയുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തി അവസാനിപ്പിക്കണം. വിശാൽ സർ, എന്തു പറ്റി? ദേ ഈ പാൽ കുടിച്ചേ. പാർവതി, നീ എനിക്ക് ഈ പാലില് കുറച്ച് ഉറക്ക ഗുളിക കലർത്തി തരുക. എന്തു വിശാൽ സർ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തു പറ്റി? മനസ്സാകെ അസ്വസ്ഥമാണ് പാർവതി. വല്ലാത്തൊരു വിഷമത്തിലാണ് ഞാൻ. ഇങ്ങനെ പോയാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്താ സാറിന്റെ വിഷമം? ഇപ്പൊ എന്താ പറ്റിയത്? ഇന്ന് ആ മെമ്മറി കാർഡ് പ്ലേ ചെയ്ത് അതിനുള്ളിൽ എന്താണെന്ന് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കണമെന്ന് കരുതിയതാ ഞാൻ. 14 വർഷമായി ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒടുവില് ഇന്നെല്ലാം ഒത്തു വന്നായിരുന്നില്ലേ? എന്നിട്ടും ആ മെമ്മറി കാർഡിനുള്ളിൽ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ കാർഡിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പ്രഭാവതി അമ്മയ്ക്ക് എത്രമാത്രം ഉത്കണ്ഠ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ ആകാംക്ഷയും ടെൻഷനും അമ്മയ്ക്കായിരുന്നിരിക്കാം. ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതില് എന്നെപ്പോലെ തന്നെ അമ്മയെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. ഗായത്രി അമ്മ എന്തോ രഹസ്യം ആ മെമ്മറി കാർഡിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഉറപ്പാ. ഇനി അതറിയണമെങ്കിലേ ഗായത്രി അമ്മ നേരിട്ട് തന്നെ വരണം. എത്ര റിസ്ക് എടുത്തിട്ടായാലും അത് ഓപ്പൺ ചെയ്യണം. അതിനു വേണ്ടി എത്ര പണം ചെലവാക്കാനും ഞാൻ തയ്യാറാ. വിശാൽ സാർ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ആ കാർഡ് തുറക്കാൻ വേണ്ടി വിശാൽ സാറിന് കഴിയും വിധം പരിശ്രമിക്കണം. ആദ്യത്തെ ചുവട് വെച്ചാൽ പിന്നീടുള്ള വാതിലുകൾ താനെ തുറക്കുമെന്ന് ഗായത്രിയമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത തവണ അമ്മ എന്റെ മുന്നിൽ വരുമ്പോ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അമ്മയോട് ചോദിക്കാം. സാറ് ധൈര്യമായിരിക്കും. അതിനുള്ളിലെ രഹസ്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കും. ഇത് പാർവതിയാ പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.